ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്നൊരു അടിപൊളിയായിട്ടുള്ള മിൽക്ക് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ചോക്ലേറ്റ് മിൽക്ക് കേക്ക്. അത് എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും, പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. ഒരു ഹേർട്ടിങ്ങിലും കമൻറ്റായിട്ട് ഇടുക കേട്ടോ. പിന്നെന്താ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കെങ്ങനെ ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള മിൽക്ക് കേക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കേക്കിനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെ എല്ലാ സംഭവങ്ങളും റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ ഭയങ്കര വലിയ പണിയായിട്ടൊന്നും തോന്നില്ല. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ച് വെക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3/4 കപ്പ് മൈദ എടുത്തിട്ടുള്ളത്. 250 ml കപ്പാണ്. പിന്നെ 1.5 ടേബിൾ സ്പൂൺ ഡാർക്ക് കൊക്കോ പൗഡർ ആയതുകൊണ്ട് ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ എടുത്ത്. നിങ്ങളുടെ കയ്യിൽ നോർമൽ കൊക്കോ പൗഡർ ആണെങ്കിൽ 2 ടേബിൾ സ്പൂൺ എടുക്കുക. പിന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരിച്ചെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ അരിച്ചെടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാ പൊടികളും എല്ലാ ഭാഗത്തും നന്നായിട്ട് തന്നെ ആയി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് നമ്മുടെ കേക്ക് നന്നായി കിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾക്കിത് 2-3 പ്രാവശ്യമായിട്ട് ഒന്ന് അരിച്ചെടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ ഈ അരിച്ച ഈ ഒരു പൊടികളൊക്കെ ഇല്ലേ, അത് എന്തെങ്കിലും സ്പാച്ചിലയോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ 2-3 പ്രാവശ്യമായിട്ട് അരിച്ചെടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് തന്നെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏതിലാണോ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ടിന്ന് നന്നായിട്ട് തന്നെ ഒരു ഗീയോ ബട്ടറോ എന്തെങ്കിലും തേച്ചിട്ട്, ഓയിൽ സാധാ സൺഫ്ലവർ ഓയിലോ എന്തെങ്കിലും ഒന്ന് ഇതുപോലെ എല്ലാ ഭാഗത്തും തേച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ചൊരു മൈദപ്പൊടിയില്ലേ, അത് ഒന്ന് ഇതിൻ്റെ മുകളിൽ ഇട്ടിട്ട് ഒന്ന് തട്ടി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ എല്ലാ ഭാഗത്തും ആയിക്കിട്ടും. കേക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് വേറൊരു ബൗളിലോട്ട് 3 മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഇനി ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഇല്ലെങ്കിൽ മിക്സിയിലും ഇതുപോലെ ചെയ്തെടുക്കുക കേട്ടോ. മിക്സിയിൽ നന്നായിട്ട് ഇതുപോലെ മുട്ട അടിച്ച് പതിപ്പിച്ചിട്ട് ഇങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കുക. പക്ഷേ ബീറ്ററോട് ചെയ്യുമ്പോഴായിരിക്കും കൂടുതലും നല്ലത്. ഇനി ഞാനിതിലോട്ട് 1/2 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ പൊടിച്ച പഞ്ചസാരയാണെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കുക. പൊടിക്കാത്തതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഈ മുട്ട ഇങ്ങനെ ബീറ്റ് ചെയ്യുന്ന സമയത്ത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ മെൽറ്റായിട്ട് കിട്ടും കേട്ടോ. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ നിറച്ച് വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. ഇതിലോട്ട് ഞാനൊരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ കംപ്ലീറ്റ് ആയിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 കപ്പ് നിറച്ച് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി എല്ലാം കൂടി ഒന്നുകൂടെ ബീറ്റ് ചെയ്തിട്ട്, ഇനി കൂടുതൽ അങ്ങനെ ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. മുട്ട നന്നായി പതിച്ചതിന് ശേഷം മാത്രമേ ഈ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഇനി ബീറ്റർ മാറ്റി വെക്കുക. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇല്ലേ, അത് ഇതിലോട്ട് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു 1/4 കപ്പ് പാലും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാം റൂം ടെമ്പറേച്ചറിലായിട്ടുള്ള സംഭവങ്ങൾ വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്, മുട്ടയും പാലും ഒക്കെ. അപ്പോൾ ഞാനൊരു 1/4 കപ്പോളം പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് കുറച്ചായിട്ട് ഈ ഒരു മൈദൻ്റെ കൂട്ടില്ലേ, അത് ഇതിലിട്ടിട്ട് ഈ ഒരു സ്പൂണോ സ്പാച്ചുലോ വെച്ചിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് മെല്ലെ ഫോൾഡ് ചെയ്തെടുക്കുക. നമ്മുടെ ആ പതച്ച് വന്നിട്ടുണ്ടായിട്ടില്ലേ മുട്ട, അത് അടഞ്ഞു പോവാണ്ട് നല്ല ഇങ്ങനെ തന്നെ മെല്ലെ മിക്സ് ചെയ്തിട്ട് എടുക്കുമ്പോഴാണ് കേക്ക് നന്നായിട്ട് കിട്ടുക കേട്ടോ. അതൊന്ന് അടഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു പൊങ്ങി വന്ന ഒരു സംഭവമില്ലേ, അത് പോയി കഴിഞ്ഞാൽ കേക്ക് അത്ര ശരിയാവില്ല കേട്ടോ. അതുകൊണ്ടാണ് മെല്ലെ ഇങ്ങനെ മിക്സ് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ 2-3 പ്രാവശ്യമായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കട്ടിയുണ്ട് കേട്ടോ. ഇങ്ങനെ കട്ടിയായി കഴിഞ്ഞാൽ നമ്മൾ കൊക്കോ പൗഡറൊക്കെ ചേർത്തല്ലേ, ചിലപ്പം അത്ര സോഫ്റ്റായിട്ട് വരില്ല. അപ്പോൾ അതിൽ നമുക്ക് കുറച്ച് കൂടി പാല് ചേർക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പാലെടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ള പൊടികളും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കട്ടിയുണ്ട് കേട്ടോ നമ്മുടെ ബാറ്റർ. അപ്പോൾ ഇതിലോട്ട് ഞാനൊരു 1/4 കപ്പിൻ്റെ പകുതി നോക്കിയിട്ട്, നിങ്ങൾ എങ്ങനെയാണോ, ചിലപ്പോൾ മുട്ട കുറച്ച് വലുതാണെങ്കിൽ ഇങ്ങനെ പാല് ചേർക്കേണ്ട ആവശ്യം വരില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ ഒരു 1/4 കപ്പിൻ്റെ പകുതിയോളം അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഇതുപോലെ ബാറ്റർ ആക്കിയെടുക്കുക. ഇനി നമുക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിട്ടില്ല കേക്ക് ടിന്, ആ ഒരു പാനിലോട്ട് മാറ്റി കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതിൽ തന്നെയാണ് കേട്ടോ കേക്ക് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഗ്ലാസിൻ്റെ ഈ ഒരു പോട്ട് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏതിലാണോ നിങ്ങൾ സാധാ കേക്ക് ടിന്, സാധാ നമ്മുടെ അലൂമിനിയത്തിൻ്റെതോ ഏതിലായാലും കുഴപ്പമൊന്നുമില്ല. കേക്ക് നമുക്ക് വേറൊരു നമ്മൾ ഏതിലാണോ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു പാത്രത്തിൻ്റെ അളവിനനുസരിച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക ഈ ഒരു ബാറ്റർ ഒഴിച്ചിട്ട്. പിന്നെ അങ്ങനെ ഒരു സ്ക്വയറോ എന്തെങ്കിലും എടുത്തിട്ടൊന്ന് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എയർ ബബിൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ
എയർ ബബിൾ ഉണ്ടാക്കി കഴിയുമ്പോഴാണ് ഒരു ഭാഗം പൊന്തിയിട്ടും ഒരു ഭാഗം അങ്ങനെയൊക്കെ വരുന്നില്ല ചിലപ്പോൾ കേക്കിന് അങ്ങനെ ആവാം. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഓവനിൽ വെച്ച് കൊടുത്തിട്ട് ഒരു 30 മിനിറ്റ് ഞാൻ അതിന് മുന്നേ 200 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിന് കേട്ടോ. അതിന് ശേഷം ബാറ്റർ വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഒരു 150 ഡിഗ്രിയിൽ ഒരു അരമണിക്കൂർ വെച്ച് കൊടുക്കുക. അപ്പോൾ എൻ്റെ അരമണിക്കൂറിൽ സെറ്റ് ആയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 10 മിനിറ്റും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ടായിന്. ഇനി ഞാനൊരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇത് അതിൻ്റെ മുകളിലൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ അത് നമുക്കൊരു 1/4 കപ്പ് മാത്രം മതി. ഇനി ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം ഞാൻ ഫിയോണേൻ്റെ വിപ്പിംഗ് ക്രീം ആട്ടോ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നല്ല മധുരമുള്ള വിപ്പിംഗ് ക്രീമാണ്. അതുകൊണ്ട് ഞാൻ 2 ടേബിൾ സ്പൂണോളം മാത്രമേ കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ നമുക്കൊരു ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിൽ 2 ടേബിൾ സ്പൂൺ നിറച്ച് ന്യൂട്ടെല്ലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ. നിങ്ങളടുത്ത് ന്യൂട്ടെല്ല ഇല്ലെങ്കിൽ സാധാ ചോക്ലേറ്റ് ഇല്ലേ, നമ്മൾ ഗണേശൊക്കെ ഉണ്ടാക്കുന്ന ഡാർക്ക് കോമ്പൗണ്ടൊക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ചോക്ലേറ്റ് ഗണേശാക്കുക. എന്നിട്ട് ഇങ്ങനെ ഇതിലോട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്കിങ്ങനെ ന്യൂട്ടെല്ല ഉണ്ടെങ്കിൽ ഭയങ്കര ഈസി അല്ലേ. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ അങ്ങനെ ചേർത്ത് കൊടുത്തതാണ് കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. അപ്പം അത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കത് ഫ്രിഡ്ജിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ കേക്ക് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ 10 മിനിറ്റ് 30 മിനിറ്റ് ആദ്യം വെച്ചത്. അപ്പോൾ കുറച്ചൊന്ന് വേവാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 10 മിനിറ്റും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് അടിപൊളിയായിട്ട് തന്നെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ചോക്ലേറ്റ് മിൽക്ക് റെഡിയാക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 കപ്പ് പാല് കുറച്ച് ഒരു ഇളം ചൂടാക്കിയിട്ടുണ്ട്. കാരണം ഈ ഒരു ന്യൂട്ടെല്ല മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ചെറിയൊരു ഒരു തണുപ്പ്, സാധാ റൂം ടെമ്പറേച്ചറിലുള്ള ആ ഒരു തണുപ്പ് പോയി കിട്ടാൻ വേണ്ടി മാത്രം. എന്നിട്ട് ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ നിറച്ച് വീണ്ടും ന്യൂട്ടെല്ല ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് മെൽറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ന്യൂട്ടെല്ലയൊക്കെ. ഇനി ഇതിലോട്ട് ബാക്കി 1/2 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ എല്ലാം കൂടി 1 കപ്പ് പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് ഞാൻ 1/2 ടിന് കണ്ടൻസ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പാലിന് ഈ ഒരു മിൽക്കിൻ്റെ ടേസ്റ്റ് ഈ ഒരു കണ്ടൻസ് മിൽക്കാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ ഒഴിച്ച് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതിലോട്ട് ഞാൻ പിന്നെ ഒരു ഈ ഒരു പാക്കറ്റ് 1/4 ഭാഗത്തോളം ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു മിൽക്കിനുണ്ടാവുക. നമ്മുടെ ആ ഒരു ന്യൂട്ടെല്ലൻ്റെയും ഫ്രഷ് ക്രീമിൻ്റെയും കണ്ടൻസ് മിൽക്കിൻ്റെ ഒക്കെ ടേസ്റ്റ് വരുമ്പോൾ അടിപൊളിയാണ്. അപ്പോൾ അത് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്കും ഇവിടെ കുറച്ച് തണുത്ത് വന്നിട്ടുണ്ട്. കുറച്ചല്ല, ഞാനെടുക്കുമ്പോൾ നല്ല ചൂടുണ്ടായിന്, കൈ നല്ല പൊള്ളുന്നുണ്ടായിന് കേട്ടോ. അപ്പോൾ അതേ നല്ല സോഫ്റ്റായിട്ട് തന്നെ നമ്മുടെ കേക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കേക്കിലോട്ട് നന്നായിട്ട് തന്നെ ഹോളാക്കി കൊടുക്കണം കേട്ടോ. എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഹോളാക്കി കൊടുക്കുക. എല്ലാ ഭാഗത്തും ഇതുപോലെ എന്തെങ്കിലും വെച്ചിട്ട് അല്ലെങ്കിൽ ഫോക്കോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായി കുത്തി കൊടുത്തിട്ട് നമ്മുടെ ഈ ഒരു മിൽക്ക് അബ്സോർബ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാ ഭാഗത്തും ഇതുപോലെ ഹോളാക്കി കൊടുത്തിട്ട് നമ്മുടെ ഈ ഒരു പകുതിയോളം ഈ ഒരു മിൽക്ക്, ചോക്ലേറ്റ് മിൽക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് തന്നെ സോക്കായി വരണം കേട്ടോ ആ ഒരു ഈ ചോക്ലേറ്റ് മിൽക്കിൽ. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നന്നായിട്ട് തന്നെ സോക്കായി വന്നിട്ടുണ്ട്. ഞാൻ പകുതിയോളം അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതേ കണ്ടില്ലേ, നല്ല ഫുള്ളായിട്ട് നല്ല സോക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിട്ടില്ലേ വിപ്പിംഗ് ക്രീമും ന്യൂട്ടെല്ലയും കണ്ടൻസ് മിൽക്കൊക്കെ, ഈ ഒരു ക്രീമിനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈ ഒരു ക്രീം വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. പിന്നെ ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് പിസ്ത പൊടിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്ത് കൊടുക്കുക. പക്ഷേ ഈ ക്രീം എന്തായാലും വേണം കേട്ടോ, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഈ കേക്ക് കഴിക്കുമ്പോൾ. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ന്യൂട്ടെല്ല വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. വെറുതെ ഒരു എന്താ പറയുക, വീഡിയോ എടുക്കുന്നതല്ലേ, അപ്പോൾ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇതുപോലെ ഇങ്ങനെ ചെയ്തു കൊടുത്തതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചോക്ലേറ്റ് മിൽക്ക് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, നല്ല ടേസ്റ്റാണ് കേട്ടോ. ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, അടിപൊളിയാണ്. അപ്പോൾ ഞാൻ രാവിലെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായി തണുപ്പിച്ചതിന് ശേഷം മാത്രമാണ് നട്ട് ഇത് കഴിക്കാൻ വേണ്ടി പറ്റുക. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. എല്ലാണ്ടും കഴിക്കാം, പക്ഷേ ഇത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായി ഒരു മിൽക്കും കേക്കൊക്കെ നന്നായി തണുത്തതിന് ശേഷം നല്ല ടേസ്റ്റ് ഉണ്ടാവാം. അപ്പോൾ രാവിലെയൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരമൊക്കെ എടുത്താൽ മതി കേട്ടോ. അപ്പോഴാണ് ആ ഒരു മിൽക്കൊക്കെ സോക്കായിട്ട് നന്നായിട്ട് തന്നെ കിട്ടുക. അല്ലെങ്കിൽ നിങ്ങൾ ഓവർനൈറ്റ് വെച്ചിട്ട് രാവിലെ എടുക്കണമെങ്കിൽ അങ്ങനെ പാർട്ടിക്കൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ തലേന്ന് തന്നെ ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേന്ന് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഞാൻ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.